കൊന്നിച്ചുവ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിൻ്റെ എപ്പിസോഡ് 9 ആണ്. ഗൈസ്, നിങ്ങളെല്ലാവരും വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് പണ്ടത്തെ പോലെ സോളോ ലെവലിങ്ങിൻ്റെ അത്ര സപ്പോർട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ദിവസം ഒരു 2 ചാപ്റ്റേഴ്സ് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് ആയിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം പറയാം, നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക്, അതായത് എപ്പിസോഡ് 9 2K ലൈക്സ് കിട്ടിക്കഴിഞ്ഞാൽ നാളെ നമ്മൾ 5 ചാപ്റ്റേഴ്സ് അടുപ്പിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അതുമല്ല, ഇനി ഒരു 600 സബ്സ്ക്രൈബേഴ്സും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒഫീഷ്യലി 35Kയിലേക്ക് എത്തുന്നതായിരിക്കും ഗൈസ്. അതുകൊണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നിങ്ങൾ മറക്കണ്ട. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ പേര് ചോദിക്കുന്നുണ്ട്, യങ് മൊണാർച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, ഒരു പുതിയൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഡീമൺസ് ഇവിടെയുള്ള മനുഷ്യരെ കിഡ്നാപ്പ് ചെയ്തെന്നാണ്. ആൻഡ് റിവാർഡ് സെക്ഷനിലേക്ക് നോക്കാൻ നേരത്ത് ഞാൻ എത്രത്തോളം മനുഷ്യരെ രക്ഷിക്കുന്നോ അത്രത്തോളം റിവാർഡ്സ് എനിക്ക് കിട്ടുമെന്നാണ് പറയണത്. അതിനർത്ഥം അവരെല്ലാവരും എന്തോ വലിയ അപകടത്തിലാണ് പെട്ടിട്ടുള്ളത്. എടാ, നമ്മുടെ സ്ട്രൈക്ക് ടീമിന് എന്തോ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഡെഞ്ചിൻ്റെ പുറത്തേക്ക് പോകാൻ നോക്ക്. സുഹോ, നീ എന്താണ് പറയണത്? അത് നിനക്കെങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യ്, ഈ ഗോബ്ലിൻസ് എന്തായാലും നിന്നെ എൻട്രൻസിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അല്ല സുഹോ, നീ അപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ എന്തായാലും സ്ട്രൈക്ക് ടീമിനെ തേടി പോകുവാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നാൽ അത് നിനക്കൊരു ബർഡൻ ആയിരിക്കും. ഒരു കാര്യം ചെയ്യ്, ഞാൻ എത്ര പെട്ടെന്ന് പുറത്ത് പോയി ഹണ്ടർ അസോസിയേഷനിൽ ഹെൽപ്പ് ചോദിക്കുന്നതായിരിക്കും. താങ്ക്സ്, അത് തന്നെയായിരുന്നു എനിക്ക് ആവശ്യം. അത് കഴിയുമ്പോൾ പുള്ളിക്കാരൻ ഗ്രെയിൻ അവിടേക്ക് സമൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ ഏറ്റവും പുതിയ ഫോമിലേക്ക് മാറുന്നുകൊണ്ട് അടുത്ത സെക്കൻഡിൽ തന്നെ സുഹോ നേരെ ആ ഡഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഓടിയിട്ടുണ്ട്. ഈ സമയത്ത് മറ്റൊരു ഡീമൻ ആ ഒരു ഫയർവുഡൊക്കെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. നീ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ? ഞാൻ പെട്ടെന്ന് വിജയിച്ചു, അതാണ് കാര്യം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ ജയിച്ചതല്ലേ, നീ തന്നെ ഫയർവുഡൊക്കെ അറേഞ്ച് ചെയ്തോ. അതെന്ത് കോപ്പാണ്, അതെനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കുഴപ്പമൊന്നുമില്ലടാ, നമുക്ക് എന്തായാലും ഫയർവുഡ് കിട്ടില്ലേ, അത് തന്നെ ധാരാളം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കിനി സ്റ്റാർ ഡസ്റ്റ് വലിയ ഇഷ്യൂ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ആദ്യം ഡീമൻ്റെ സീക്രട്ട് ടെക്നിക്ക് കൊണ്ട് ഒരു പോയിസൺ ഉണ്ടാക്കാനാണ് നോക്കിയത്. പക്ഷേ കിട്ടിയതോ ബെർസറക് പോയിസൺ ആയിട്ടുള്ള സ്റ്റാർ ഡസ്റ്റ്. ഇതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ഈ ബെർസറക് പോയിസണായിട്ട് ഒരാളുടെ മാജിക് പവർ നന്നായിട്ട് തന്നെ എൻഹാൻസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അത് കഴിച്ചാലുള്ള ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് ഫോഴ്സ് പതുക്കെ തിന്ന് തീർക്കുമെന്നായിരുന്നു. എന്നാൽ ആര് കണ്ട് നരകത്തിൽ നിന്നുള്ള മിസ്റ്റ് ബോണിൻ്റെ സഹായത്തോടു കൂടി ഈ ഒരു സംഭവം നമുക്ക് മാറ്റാൻ സാധിക്കുമെന്ന്. എന്നാൽ ഇതിനെല്ലാം കാരണം അപ്പോസ്റ്റൽസ് ആണ്. അവരിത് പറഞ്ഞില്ലെങ്കിൽ നമ്മളിത് അറിയത്ത് പോലും ഇല്ലായിരുന്നു. ശരിയാണ്, അവരില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? അവരുള്ളതുകൊണ്ട് മാത്രമാണ് ലോ റാങ്കിങ് ഡീമൺസ് ആയ നമുക്ക് വരെ ഇനി സ്ട്രോങ്ങർ ആകാൻ ഒരു ചാൻസ് കിട്ടിയത്. പെട്ടെന്നാണ് ആ കൂട്ടത്തിൽ ഒരാൾ പറയുന്നത്, എനിക്ക് ആരെയോ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ആരോ എത്രയോ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് വരുന്നുണ്ട്. അടുത്ത സെക്കൻഡ് ആ ഒരു ഗേറ്റ് കാണാം. ആ ഗേറ്റ് ചവിട്ടിപ്പൊളിച്ചുകൊണ്ട് സുഹോയാണ് അതിൻ്റെ അകത്തേക്ക് വന്നിട്ടുള്ളത്. ഇതെന്താണ് ഈ പ്ലേസ് എന്നാണ് അവനിപ്പോൾ ചോദിക്കുന്നത്. ഈ സമയത്ത് അവൻ പെട്ടെന്ന് ഞെട്ടിപ്പോകും. കാര്യം അവൻ്റെ ഫ്രണ്ടിൽ 3 ഡീമൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ മറ്റൊരു സൈഡിൽ ഈ മിസ്റ്റ് ബോൺ പിടിച്ചവരൊക്കെ പിടിച്ച് കത്തിക്കുന്ന ഒരു സീനും ഉണ്ടായിരുന്നു. ഇതെന്താണ്, വലിയ റിച്വൽ വല്ലതാണോ? എന്തായാലും കുഴപ്പമില്ല, 7 പേരും ഇപ്പോൾ സേഫ് ആണല്ലോ. എന്നാൽ അടുത്ത സെക്കൻഡ് തന്നെ സുവിൻ്റെ കഴുത്തിലേക്ക് ഒരു കത്തി വന്നിട്ടുണ്ട്. പക്ഷേ അവനത് ഡോഡ്ജ് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന ആ ഡീമന് ഞെട്ടിപ്പോവും. അടുത്ത സെക്കൻഡ് സുഹു ചോദിക്കുന്നുണ്ട്, ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ കുറച്ചധികം ഹണ്ടേഴ്സ് അവിടെ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവർ നീയാണോ കൊന്നതെന്നും പറഞ്ഞുകൊണ്ട് ഒരു കിടിലം പഞ്ചങ്ങാട്ടി ചെയ്യുന്നുണ്ട്. അവൻ തെറിച്ച് പോകുന്നുണ്ട്. സ്റ്റാർഡസ്റ്റ് യൂസ് ചെയ്ത നമ്മുടെ യങ്ങസ്റ്റിൻ്റെ അറ്റാക്കാണ് അവൻ ഡോഡ്ജ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മളത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും വീണ്ടും ആ സ്റ്റാർഡസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സുഹോയും ആ ഡീമിനുള്ള ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് പറയുന്നത് യങ്ങസ് സൈഡിലേക്ക് മാറുന്നു പറഞ്ഞുകൊണ്ട് ആ ഒരു വലിയൊരു ഡീമൻ അവിടേക്ക് വന്നിട്ട് സുഹുവിൻ്റെ നേരെ ഒരു പഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അവനത് ഡോഡ്ജ് ചെയ്ത് ബാക്കിലേക്ക് പോകാൻ നേരത്ത് ആ 3ാമത്തെ ഡീമൻ സുഹുവിനെ തേടി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അടുത്ത സെക്കൻഡ് തന്നെ സുഹുവിനെ അവൻ കറണ്ടടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് സുഹുക്ക് അനങ്ങാൻ പോലും പറ്റാത്ത സമയത്ത് മറ്റൊരു ഡീമൻ ഇവനെ കൊല്ലാൻ വന്നപ്പോൾ സുഹോ തൻ്റെ ഷാഡോ സോൾജേഴ്സിനെ അവിടേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ തൽക്കാലത്തേക്ക് അവരൊന്ന് പിടിച്ചു നിൽക്കാൻ നേരത്ത് ഇവരെല്ലാം ഞെട്ടിപ്പോവും. കാര്യം ഈ ഒരു സംഭവം കാണാത്ത അവർ ഞെട്ടിപ്പോവും. ആ ഒരു ടൈം കൊണ്ട് സുഹോ അവനെ വലിച്ച് മുമ്പിലേക്ക് എറിയുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ബോസ് അത് തന്നെയാണ്, നമ്മൾ അന്ന് കണ്ട ആ ഒരു സംഭവം തന്നെയാണ്, അത് ഷാഡോ മൊണാർക്കിൻ്റെ അതോറിറ്റി തന്നെയാണ്. പക്ഷേ ഷാഡോ മൊണാർക്കിനെ വെച്ച് നോക്കാൻ നേരത്ത് ഇത് ഫുള്ള് വീക്കാണെന്ന് പറഞ്ഞിട്ട് ആ ഗോബ്ലിൻസിനൊക്കെ അവൻ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അത് ഷാഡോ മൊണാർക്ക് അല്ലെങ്കിൽ നമ്മൾ അവനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. കോപ്പ് അവന്മാരെല്ലാവരും ബ്രോക്കിനെക്കാളും വീക്കാണ് ഇൻഡിവിജ്വലി ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ 3 പേരും കൂടെ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാൻ അതിപ്പോൾ പാടായിരിക്കും. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എന്തെങ്കിലും വഴിയുണ്ടോ? ഞാൻ ഈ ഗോബ്ലിൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലും എൻ്റെ മാന ജസ്റ്റ് വേസ്റ്റ് ആകുന്നല്ലാതെ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. ഈ സമയത്താണ് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നത്. യങ് മൊണാർച്ച്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. സോ എപ്പോൾ വേണമെങ്കിലും താങ്കൾക്ക് ഇവനെ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലടാ, മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ അവസാന നിമിഷത്തിൽ ബ്രോക്കിട്ട ചെറിയ മെമ്മറീസ് കണ്ടിരുന്നു. അവൻ നന്നായിട്ട് തന്നെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇറ്ററംസ് കൺട്രോൾ ചെയ്യുന്നത്. അവൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പ് ഷാഡോ അതോറിറ്റി യൂസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം ഗ്രേയുടെ പെർമിഷൻ വേണം. അങ്ങനെ ഗ്രേനോട് ചോദിക്കുന്നുണ്ട്. ഗ്രേ സമ്മതിക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ സുഹ അവിടേക്ക് ആ ഒരു താക്കോലിട്ട് അവിടേക്ക് പറയുന്നുണ്ട്, എറേസ് ബ്രോക്കി,
ഞാൻ നിന്നെ വിളിക്കുവാണ്, ഞാൻ നിനക്ക് മറ്റൊരു ചാൻസ് തരുവാണ്. നീ നിന്റെ ജീവിതം എന്തെങ്കിലും തരത്തിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ എന്നോട് റെസ്പോണ്ട് ചെയ്യും. നീ ഇവിടേക്ക് വാ എന്ന് പറയാൻ നേരത്ത് തന്നെ ബ്രോക്കിയുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് വരുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ ഒരു കൈ അവിടേക്ക് വന്ന് നമ്മുടെ ബ്രോക്കി അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്, പുതിയൊരു ഷാഡോ ആയിട്ട്. അത് കഴിയുമ്പോൾ ബ്രോക്കി അവിടെ കിടന്ന് കാറുവാണ്. ഇത് കാണുന്ന ആ ഒരു ഡീമൺ പറയുന്നുണ്ട്, അത് ബ്രോക്കിയല്ലേ, സോ ഇവനാണല്ലേ ബ്രോക്കിനെ ഡിഫീറ്റ് ചെയ്തത്. ഞാൻ ബ്രോക്കി ആൻഡ് ഗ്രേ നമ്മളിപ്പം 3-3 ആയിട്ടുണ്ട്. ഇത് കാണുന്ന ബെറു പറയുന്നുണ്ട്, എങ്ങളോട് ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ സമയത്ത് അവരങ്ങനെ ഫൈറ്റ് തുടങ്ങുവാണ്. അങ്ങനെ ഒരു കിടിലൻ ഫൈറ്റാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അപ്പോഴാണ് മറ്റൊരു സംഭവം അവിടെ ഉണ്ടാകുന്നത്. ഒരു റെഡ് ഗേറ്റ് അവിടെ അപ്പിയർ ആകുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരാൾ പുറത്തേക്ക് വരുന്നുമുണ്ട്. ആൾ പറയുന്നുണ്ട്, എന്നെ ആരാണ് ഇവിടേക്ക് സമൺ ചെയ്തത്, ആർക്കാണ് എൻ്റെ ജീവൻ ഇപ്പോൾ വേണ്ടത്. എന്നാൽ ആ സമയത്താണ് അവൾ ശരിക്കും ഞെട്ടിപ്പോയത്. കാര്യം ഒരു ഷാഡോ സോൾജറിനെ അവൾ കാണുന്നുണ്ട്. അതൊരു ഷാഡോ സോൾജർ അല്ലേ. അങ്ങനെ നമ്മുടെ സൂഹോ ആ ഒരു ഡീമനുള്ള ഫൈറ്റ് നന്നായിട്ട് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂഹോയുടെ ഓരോ അറ്റാക്കും അവൻ ബ്ലോക്ക് ചെയ്തിട്ട് തിരിച്ച് നല്ല കിടിലൻ ഇടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് സൂഹോ ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ ഒരു കിടിലൻ ഇടി വെച്ച് കൊടുക്കാൻ പോയപ്പോഴാണ് അവൻ്റെ നേരെ ആ ഒരു ഇലക്ട്രിസിറ്റി വരുന്നത്. അവൻ വീണ്ടും ഇടയിലേക്ക് കയറി, കോപ്പ് ഇതെന്ത് പ്രശ്നമാണ്, എനിക്ക് അധികം നേരം ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. ഗ്രേഡ് പൊസിഷൻ എപ്പോൾ വേണമെങ്കിലും റൺ ഔട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അത് മാത്രമല്ല ഇവന്മാരുടെ പവറിനെക്കാളും പ്രശ്നം ഇവന്മാരുടെ കോമ്പിനേഷനാണ്. യങ്ങസ്റ്റ് കുറച്ച് സൂക്ഷിച്ച് വേണം. ശരിയാണ്, ഇനി നമുക്കത് നോക്കാം. എന്തായാലും ബ്രോക്ക് തൽക്കാലം ആ ഒരു വലിയ ഡീമിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നാൽ അവന് കുറച്ച് നേരത്തെ മാത്രമേ നിൽക്കാൻ സാധിക്കത്തുള്ളൂ. എൻ്റെ മാന റൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും പറ്റത്തില്ല. അതിന് മുമ്പ് തന്നെ എനിക്ക് ഇവന്മാരെ സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യണം, എനിക്ക് ഇവന്മാരെ കൊല്ലുകയും ചെയ്യണം. ആ സമയത്താണ് അവൾ അതിൻ്റെ ഇടയിലേക്ക് കയറുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് മര്യാദ കോരി തവണ ചോദിക്കും, സങ് ജിൻവു അവിടെ. ഇത് കാണുന്ന സുഖം ഞെട്ടിപ്പോയി. ഇതാരാണ് ഈ ഒരു ഫീമെയിൽ നൈറ്റ്? അല്ല, അവൾ എന്തിനാണ് എൻ്റെ അച്ഛനെ തേടുന്നത്? അല്ല, നീ എന്താണ് ഇവിടെ ചെയ്യണമെന്ന് നമ്മുടെ ബെറു ചോദിക്കുന്നുണ്ട്. ഈ വോയിസ് ഇത് ബെറുവല്ലേന്ന് പറഞ്ഞിട്ട് ചാടി ബെറുവിനെ അവൾ കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ബെറു നിനക്ക് തന്നെ പറ്റി, നിന്റെ ബോഡിക്ക് തന്നെ പറ്റി, എനിക്ക് എന്ത് സന്തോഷമുണ്ടെന്ന് അറിയുമോ നിന്നെ കണ്ടതിൽ. അല്ല സങ് ജിൻവു എന്തേ, ഈ മനുഷ്യനാരാ നിന്റെ ഇവിടെ നിൽക്കുന്നത്? അതൊക്കെ പിന്നെ പറയാം. അതൊരു ഡീമൻ അല്ലേ? അതെ, പക്ഷേ എന്തൊരു റീസൺ കൊണ്ട് അത് നമ്മുടെ എനിമിയാണെന്നാണ് പറയുന്നത്. ബെറു എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിന്നെ കണ്ടതിൽ. എന്നാലും ഇനിയിപ്പോൾ എനിക്ക് പേടിക്കണ്ടല്ലോ, ഇനി എനിക്ക് ഭാഗ്യം, ഇനി എനിക്ക് സമാധാനത്തോടെ ഇവിടെ ഇരിക്കാമല്ലോ. സമാധാനമാണ്. ആദ്യം നീ ഒരു കാര്യം ചെയ്യും, ആ കാണുന്ന ഡീമൻസിനെ കണ്ട അവരെ കൊല്ലാൻ നോക്ക്. അപ്പോൾ അവർ പറയുന്നത് അവളെ കണ്ടിട്ട് അവൾ വൂണ്ടഡായിട്ട് തോന്നുന്നു, അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് അവളെ തീർത്തേക്കാം. ശരിയാണ്, അത് മാത്രമല്ല അവളെ നമുക്ക് എങ്ങനെ പോയാലും ആവശ്യം വരും സ്റ്റാർ ഡസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. ഞാനിവളെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. അല്ല ബെറു, അവളെ കണ്ടിട്ട് അവൾ ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. പക്ഷേ അവൾക്ക് ഇവിടെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ? പേടിക്കണ്ട, ഈ ലോ റാങ്ക് ഡീമൻസിനൊന്നും അവളുടെ ഫ്രണ്ടിലൊന്നും പിടിച്ചു നിൽക്കാൻ പോലും പറ്റത്തില്ല. അവളുടെ പേര് ഇസേൽ എന്നാണ്. നമ്മുടെ ലോഡ് ഡീമൻസിനൊക്കെ കൊന്നുകൊടുക്കിയ സമയത്ത് ഇവളെ മാത്രമാണ് വെറുതെ വിട്ടത്. ഇവിടെയല്ല ഇവളുടെ വീട്ടുകാര്യം. അവളുടെ വീട്ടിലെ ഏറ്റവും മൂത്ത പെങ്കൊച്ചാണ്. മനുഷ്യരുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എബിലിറ്റി ഒരു എസ് റാങ്കിൻ്റെ സമമാണ്. എസ് റാങ്കിൻ്റെ സമമോ? അപ്പോൾ എനിക്ക് ഒരു എസ് റാങ്ക് ഡീമൻ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റുമെന്ന് പറയുന്ന അടുത്ത സെക്കൻഡ് അവിടെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നതാണ്. പിന്നെ കാണുന്നത് അവൾ തെറിച്ച് പോകുന്നതാണ്. ഇത് കാണുന്ന ബെറുവിനും സുഹയ്ക്കും എന്തു പറയണമെന്ന് അറിയാൻ മേലായിരുന്നു. കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആപ്പി. അവൾ തെറിച്ച് താഴത്തേക്കൊന്ന് വീഴുന്നുണ്ട്. നീ എങ്ങനെ ഇത്ര വീക്കായി മാറിയത്? കുറച്ചൊക്കെ സംഭവിച്ച് 1/2 വർഷത്തിന് മുമ്പ് ഡീമൻ വേയിലുള്ള എല്ലാവരും ഒരു റെബല്യൻ സ്റ്റാർട്ട് ചെയ്ത് അവരെല്ലാവരും ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു, ഞങ്ങളെ കൊല്ലാൻ വന്നു. ഞാൻ സർവൈവ് ചെയ്യാൻ കാരണം എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ളവർ മാത്രമായിരുന്നു. പക്ഷേ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട സമയത്ത് എൻ്റെ ബ്ലഡും എൻ്റെ പവേഴ്സും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. വെറും കുറച്ച് പവേഴ്സ് എനിക്ക് ലെഡ് ചെയ്യോ, പിന്നെ അതെനിക്ക് വെറും വേസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കിടന്ന് തിരിയുന്നുണ്ട്. നീ എന്താണ് ഇങ്ങനെ തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് അവളും കിടന്ന് കരയുന്നുണ്ട്. ബ്രദേഴ്സ്, നിങ്ങൾ അവൾ പറഞ്ഞു കേട്ടോ, എനിക്കിപ്പോഴാണ് അവളെ മനസ്സിലായത്. അവൾ ഇത്ര വീക്കായതുകൊണ്ട് എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിച്ചില്ല. അവൾ ആ വീട്ടിലെ ആ ഒരു ഡീമൻ നോബിൾ ബ്ലഡിലെ ഒരാളാണ്. അതിനർത്ഥം നമ്മളവളെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനിയും സ്ട്രോങ്ങറായി മാറാവുന്നതാണ്. എനിക്ക് ഇവന്മാരെ ഒറ്റക്കൊറ്റക്കാണെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നേരിടാവുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പം എനിക്കത് പറ്റുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്തായാലും ഈ എബിലിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പേര് തന്നെ ശേഖരിച്ച് വെച്ചാൽ മാനയൊക്കെ കൂടെ അവൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ ഒരു ഓർഡറും പറയുന്നുണ്ട്, മര്യാദക്ക് അവരെ ഡിഫീറ്റ് ചെയ്തോ. ഈ സമയത്ത് അവളുടെ എബിലിറ്റി എല്ലാം 50% ഉയർന്നിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവൾ അവരുടെ നേരെ ഓടുവാണ്. ഈ സമയത്ത് വേറെ പറയുന്നുണ്ട്, യൂസ്ലെസ്, ഓട് ഇനിയും പോയി കൊല്ലി. സുഹയ്ക്ക് സത്യം പറഞ്ഞാൽ അവളെ കണ്ടിട്ട് സഹതാപാണ് വരുന്നത്. പക്ഷെ അവൻ പറയുന്നുണ്ട്, എന്തായാലും കുഴപ്പമില്ല, ഇനി ഒറ്റക്കൊറ്റക്ക് ഫൈറ്റ് ചെയ്യാനാണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ബ്രോക്കി വീണ്ടും ആ ഒരു വലിയ ടീമിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അവളാട്ടെ ആ ഒരു ഇലക്ട്രിസിറ്റി അടിക്കുന്ന ടീമില്ലേ അവളുടെ അടുത്തേക്കും പോയിട്ടുണ്ട്. ഈ സമയത്ത് അവളെ പുറകിൽ നിന്ന് യങ്ങസ്റ്റ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ സുഹോ അവന്
ചവിട്ടി ദൂരത്തേക്ക് എറിയുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, നിന്നെ ഞാനാണെന്നും പറഞ്ഞുകൊണ്ട് അവനെ പൊക്കെടുത്ത് നേരെ താഴത്തേക്ക് എറിക്കുവാണ്. അവൻ തീർച്ചയായും ആ ഒരു മിസ്റ്റ് ബോണ്ട് അകത്തേക്ക് വീഴുന്നുണ്ട്. അവിടെ കിടന്ന് കത്താൻ നിർത്ത് അവൻ്റെ തന്നെ സോൾ എടുത്തു സുഹോ അവനെ രണ്ടായിട്ട് മുറിച്ച് കളയുന്നുണ്ട്. സുഹോ അങ്ങനെ ഡിഫീറ്റ് ചെയ്ത് അവൻ വീണ്ടും ലെവലപ്പ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല അവൻ്റെ ഗോഗ്ലറ്റ്സ് ആ ഒരു ഡീമിൻ്റെ സോൾ അബ്സോർവ് ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ എസ്സയിലുണ്ടല്ലോ, അവൾ ആ ഒരു ഡീമിനോട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളാട്ടെ ഭയങ്കരധികം റാപ്പിഡായിട്ട് ബെർസറൊക്കെ പറ്റിയ രീതിയിലാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. യങ്ങസ്റ്റ് മരിച്ചു, ഇതെന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പെണ്ണ് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിടത്ത് അവളുടെ ബോധം പോയി അവൾ നേരെ താഴത്തേക്ക് വീഴുന്നുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് സുഖം അവൻ്റെ പുറകിൽ വന്ന് അവൻ്റെ കഴുത്ത് പിടിച്ച് തിരിച്ചോട്ടിച്ച് കളയുന്നുണ്ട്. അങ്ങനെ അവൻ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ ഒരു വെപ്പണാകട്ടെ വീണ്ടും മറ്റൊരു സോളും കൂടെ അബ്സോർവ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ബ്രോക്കിനെ ആ ഒരു വലിയ ഡീമൻ ഇടിച്ച് ദൂരത്തേക്ക് ഇട്ടിട്ടുണ്ട്. കോപ്പ് ആ നായ്കൾ രണ്ടുപേരും മരിച്ചു. ഈ യുദ്ധമാണെങ്കിൽ ഇവിടെ തീർന്നിട്ടുമില്ല. എനിക്കിനി എന്ത് ചെയ്യാൻ സാധിക്കും, ഞാനാണ് ശരിക്കും ഇവിടെ ഡിസഡ്വാൻറ്റേജിലുള്ളത്. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ ഇസലിൻ്റെ നേരെ അവൾ ചാടുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവളെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനിയും സ്ട്രോങ്ങർ ആയിട്ട് മാറുമെന്ന് പറഞ്ഞാണ് അവൻ അവിടേക്ക് വരുന്നത്. പക്ഷേ അടുത്ത് വന്ന ആ സെക്കൻഡിൽ തന്നെ സുഹ അവിടേക്ക് വന്ന് അവന് ചവിട്ടി താഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ നിന്നെ സമ്മതിക്കത്തില്ലെന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് പറയുകയും ചെയ്യും, ബ്രോക്കി കുറച്ചെങ്കിലും എനിക്ക് അബ്സോർവ് ചെയ്യാൻ തിരിച്ചു വെച്ചേക്കണമെന്ന് പറയുന്നിടത്ത് ബ്രോക്കി അവിടേക്ക് വന്നിട്ട് അവനെ കടിച്ച് പറിച്ച് തിന്നുന്നുണ്ട്. ഈ സമയത്ത് അവൾക്ക് ബോധം വരുന്നുണ്ട്. അവൾ പതുക്കെ എഴുന്നേൽക്കുന്നുണ്ട്. ബെറു, നീ എന്താണ് ചെയ്തത്? പക്ഷേ എനിക്ക് ജിന്നുവിനെ കാണാൻ സാധിക്കുന്നില്ല. ആ മനുഷ്യൻ അതാരാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അവൻ എങ്ങനെയാണ് ഷാഡോ സോൾജേഴ്സിനെ യൂസ് ചെയ്യുന്നത്? അത് കൊള്ളാം, നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? നീ അത്രക്ക് ലോയലല്ലെന്നാണ് അതിനർത്ഥം കേട്ടാ. നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവനെ ശ്രദ്ധിച്ചൊന്ന് നോക്കിയേ. അങ്ങനെ അവൾ നോക്കുന്നുണ്ട് ആ ഒരു കാൻഡിഡേറ്റ് ആരാണെന്നാണ് അവൾ ശ്രദ്ധിക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും ആ ഒരു മൂന്നാമത്തെ ഡീമനെ ഡിഫീറ്റ് ചെയ്ത് സുഹോ തൻ്റെ പഴയ ഫോമിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് അവൾക്ക് ശരിക്കും മനസ്സിലായത്. അവളുടെ കണ്ണ് നിറയാൻ തുടങ്ങും. അത് യങ് മൊണാർച്ചല്ലേ? സോ ഗൈസ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോക്ക് 2K ലൈക്സ് കിട്ടിക്കഴിഞ്ഞാൽ നാളെ നമ്മൾ 5 ചാപ്റ്റേഴ്സ് അടുപ്പിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും.